അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻവെൻട്രീൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഡെലിവറി നോട്ട്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഇൻവെൻട്രിയിൽ പോവാം ഫസ്റ്റ് ഓഫ് ഓൾ. എന്നിട്ട് ഇതിലെ ഡെലിവറി ഓർഡേഴ്സിൽ പോവാം. ഡെലിവറി ഓർഡേഴ്സിൽ പോയി കഴിയുമ്പോൾ ഓപ്പറേഷൻ ടൈപ്പിൽ ഇങ്ങനെ വരും. ഇവിടെ പോയിട്ട് ഗ്രൂപ്പ് ബൈ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റാറ്റസ് വഴി ഓരോന്നും പിന്നെ ഗ്രൂപ്പായി. അതിൽ ക്യാൻസൽഡിൽ കിടക്കുന്ന ഒന്നും എടുക്കണ്ട. ക്യാൻസൽഡ് കിടക്കുന്ന ഒരു സാധനവും ചെക്ക് ചെയ്യണ്ട. പകരം റെഡിയിൽ പോവാം. റെഡിയിൽ പോയിട്ട് ആദ്യത്തെ ക്ലിക്ക് ചെയ്യാം. ആദ്യത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ കാണാം പിന്നെ ഇവിടെ അറ്റാച്ച്മെന്റ്സ് വെച്ചിരിക്കുന്നത്. ഈ അറ്റാച്ച്മെന്റിൽ പോയിട്ട് ചെക്ക് ചെയ്യുക റെഡ് ബോക്സ്. ഓക്കെ, ഈ കാണുന്ന റെഡ് ബോക്സിന്റെ ഡെലിവറി ഇത് കറക്റ്റ് ആണോ നോക്കുക. ഇതിൽ നോക്കിയാൽ കാണാം മാട്രിക്സ് സോഫ്റ്റ്വെയർ ESS ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ സാധനം തന്നെയാണോ ഇവിടെ ഉള്ളതെന്ന് ചെക്ക് ചെയ്യാം. ബാക്ക് സൈഡിലുള്ള മാട്രിക്സ് സോഫ്റ്റ്വെയർ ESS മൊബൈൽ ആപ്ലിക്കേഷൻ ട്രെയിനിങ് മാട്രിക്സ് സോഫ്റ്റ്വെയർ ESS. അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ അഡീഷണൽ ഇൻഫോയിൽ പോവുക. എന്നിട്ട് ഈ അപ്ലോഡ് ഫയലിൻ്റെ ഉള്ളിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാം ഓക്കെ. അപ്പം ഡൗൺലോഡ്സിൽ പോയിട്ട് ഈ സ്കാൻ ചെയ്ത ഡോക്യുമെന്റ് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വാലിഡേറ്റ് അടിക്കുക. ഈ വാലിഡേറ്റ് അടിച്ചിരുന്നതോടുകൂടി പിന്നെ ഡോക്യുമെന്റ് അപ്ലോഡായി. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഇതിന്റെ വ്യൂ ഇനിയിപ്പോൾ അടുത്ത ഡോക്യുമെന്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ അടുത്ത ഡോക്യുമെന്റ് വരും. അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഇത് നോക്കുക, ഇതിൽ എന്താ ഉള്ള ഐറ്റംസ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. കെയ്ഫറിൻ്റെ ആണ്. കെയ്ഫറിന്റെ പിന്നെ 8, 9, 10, 9 പ്രൊഡക്റ്റിന്റെ ജോർജിന്റെ സൈനിലുള്ള സാധനമാണ്. അപ്പോൾ അത് പോയിട്ട് ഓപ്പറേഷനിൽ പോയിട്ട് 9 ഐറ്റംസ് ആണ്. കറക്റ്റ് ആണ്. അപ്പോൾ ഇത് തന്നെയാണ് ഐറ്റം എന്നുള്ള ഉറപ്പായിട്ട് 96 യൂണിറ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. 96 യൂണിറ്റ്സ് കറക്റ്റ്. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഡെലിവറി നോട്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അഡീഷണൽ ഇൻഫോയിൽ പോവുക. ഇത് ഡൗൺലോഡ് അടിക്കുക. അതിനുശേഷം അപ്ലോഡ് ചെയ്യുക ഫയലിൽ പോവുക. കെയ്ഫറിൻ്റെത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക. വാലിഡേറ്റ് ചെയ്യാം. പ്രോസസ് ലിസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് ഇനീഷ്യൽ. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ തൽക്കാലം ഡിസ്കാർഡ് ചെയ്തിട്ട് ഇവിടെ എന്താണ് ഐറ്റംസ് കുറവുള്ള നോക്കുക. ഇതിൽ കണ്ടില്ല ആർഗോ ഫേസ് 17 എണ്ണം ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ വാല്യൂ 17 ഇടാം. ഇവിടെ വാല്യൂ 96 ഇടാം. ഇതൊക്കെ കൊടുത്താണ് ഇവിടെ അപ്ലോഡ് ആവാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പം മൊത്തം സാധനവും ഇല്ല എന്നുള്ള ഒന്നും കൂടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇവിടെ പോയിട്ട് 96ഉം 17 കണ്ടില്ല. 17 ഫേസും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ 96 ഫേസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാം. എന്നിട്ട് ഇത് വാലിഡേറ്റ് ചെയ്യാം. അപ്പോൾ അതങ്ങ് പോകും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ലോഡ് ഇവിടെ പിന്നെ ഇത് സ്കാൻ ചെയ്ത് ലോഡ് ചെയ്യുന്നതോടുകൂടി ഇവിടെ പുറത്ത് വരുമ്പോൾ നമ്മളെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഉള്ളിൽ ഐറ്റംസ് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഡെലിവറി ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൽ കണ്ടില്ല കെയ്ഫർ സൗദി അറേബ്യൻ്റെ ഇതിൻ്റെ വന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിന്നെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഡെലിവറികളുടെ സാധനങ്ങൾ കംപ്ലീറ്റഡ് ആണോ ഇല്ലയോ എന്നുള്ളത് ഡെലിവറി നോട്ട്സ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടോ PCD അറ്റാച്ച്ഡ് ആയിട്ടുണ്ടോ എന്നുള്ള ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം തൽക്കാലം ഡെലിവറി നോട്ട്സ് ആണ് അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞത്. നമുക്ക് ഇതിന്റെ PCDകൾ ഇനി അങ്ങോട്ടേക്ക് പ്രൊസീഡിങ്ങിൽ PCDകളാണ് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടി വരിക. അപ്പോൾ